മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ലോക്സഭാ മണ്ഡലം ഇത്തവണയും ശ്രദ്ധേയമാകുന്നത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തെരഞ്ഞെടുപ്പ് രംഗത്ത് വീണ്ടും എത്തുന്നതോടെയാണ്. നാഗ്പൂരിൽ നിതിൻ ഗഡ്കരി എത്തിയതോടെ മൂന്നാമത്തെ തുടർ വിജയമാണ് BJP പ്രവർത്തകർ ലക്ഷ്യമിടുന്നത്. എന്നാൽ കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. 10 വർഷമായി നിതിൻ ഗഡ്കരി പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ലോക്സഭാ മണ്ഡലം. കേന്ദ്രമന്ത്രിയായ നിതിൻ ഗഡ്കരിക്ക് തന്നെയാണ് ഇത്തവണയും നാഗ്പൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJP ടിക്കറ്റ്. 6 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ട നാഗ്പൂർ ലോക്സഭാ മണ്ഡലത്തിലെ 4 സീറ്റുകളിലും ഭരിക്കുന്നത് BJP. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അത്ര വേഗം തകർക്കാൻ കഴിയാത്ത ഒരു കോട്ട തന്നെയാണ് നാഗ്പൂർ ലോക്സഭാ മണ്ഡലം. 1952 മുതൽ കോൺഗ്രസിൻ്റെ സർവാധിപത്യമായിരുന്ന ഈ മണ്ഡലം 96-ലെ തെരഞ്ഞെടുപ്പിൽ കൈവിട്ടു. 99-ൽ തിരിച്ചുപിടിച്ച നാഗ്പൂർ ലോക്സഭാ മണ്ഡലം 2014-ലെ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരങ്ങളെയും വ്യാജപ്രചരണങ്ങളെയും കൂട്ടുപിടിച്ച് BJP തട്ടിയെടുത്തു. 2019-ലെ തെരഞ്ഞെടുപ്പിലും നാഗ്പൂരിലെ കാറ്റിനെ BJPക്ക് അനുകൂലമാക്കി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന അവസാന ദിവസം വലിയ റോഡ് ഷോയോടെയാണ് നിതിൻ ഗഡ്കരി പത്രിക സമർപ്പിച്ചത്. ഇന്ത്യയിൽ വികസന വളർച്ച ഉണ്ടാകണമെങ്കിൽ മോദി സർക്കാർ അധികാരത്തിലെത്തണമെന്നാണ് ഗഡ്കരി പറയുന്നത്. എന്നാൽ മഹാരാഷ്ട്രയിലെ BJPയുടെ കുത്തക സീറ്റിനെ എങ്ങനെയും തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസ് ശ്രമം. വികാസ് താക്കറെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. 2014 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വിലാസ് മുട്ടേംവാറിനെ 2,84,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി. 2019-ലെ നിലവിലെ മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പടോളയെയും 2,16,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലും പരാജയപ്പെടുത്തി. BJPക്കുള്ളിലെ ചേരിതിരിവുകളെയും മോദിയുടെ ഭരണവിരുദ്ധ വികാരങ്ങളെയുമാണ് കോൺഗ്രസ് പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ 2 തവണയും കൈവിട്ടുപോയ മണ്ഡലം ഇത്തവണ വൻ ഭൂരിപക്ഷത്തിൽ മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് വികാസ് താക്കറെയും ഇന്ത്യ സഖ്യവും ശ്രമിക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക്, കൈരളി ന്യൂസ്.